Style with Sony. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ എന്റെ മുടി ഹെയർ കട്ട് ചെയ്യുന്നത്, നല്ല സൂപ്പർ ആയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതെന്നാണ്. സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ പാർലറിൽ പോയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ എന്റെ മുടി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ മെത്തേഡിൽ നന്നായിട്ട് വോളിയമൈസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹെയർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എത്ര ലോങ് ഹെയർ ആണെങ്കിലും ഷോർട്ട് ഹെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. അതാണ് നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. അതുപോലെ ഞാൻ രാത്രിയും കൂടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ മുടീനെ നന്നായിട്ടൊന്ന് ഡീറ്റാങ്കിൾ ചെയ്യുക. നമ്മുടെ പല്ലകന്ന് ചീപ്പ് വെച്ചിട്ട് തന്നെ ഡീറ്റാങ്കിൾ ചെയ്യണം. അതിനുശേഷം നമ്മളിങ്ങനെ തലമുടി കമത്തിയിട്ടിട്ട് നമ്മൾ ഒരു ബാക്കിൽ നിന്ന് എടുത്തിട്ടൊരു പോണിറ്റെയിൽ കെട്ടണം. അതിനുശേഷം നമുക്ക് താഴത്തായിട്ട് തന്നെ ഒരു പോണിറ്റെയിലും കൂടെ കിട്ടണം. അത് ഇത്തിരി നമ്മൾ എടുത്തതിന് ശേഷം പോണിറ്റെയിൽ കെട്ടിയതിന് ശേഷം താഴത്തോട്ട് നമ്മൾ വലിച്ചെടുത്തിട്ട് എന്തോരമാണോ മുടി നമ്മൾ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ലെയറിൽ ഞാൻ തീർത്തും കുറച്ചാണ് മുടി കട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് സ്പ്ലിറ്റൻസ് ഇല്ല. സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുടി കട്ട് ചെയ്ത് കളയണം. ഇപ്പം മുടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനെ മുടി വിരിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ കത്രിക കൊണ്ട് ചെറുതായിട്ട് ഈ അറ്റം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ഒന്നും കൂടെ കുറച്ച് വോളിയംനെസ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്രില്ല് പോലെ നമുക്ക് നന്നായിട്ട് കിടക്കും. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാം. സെക്കൻഡ് ലെയർ കട്ട് ചെയ്യുന്നത് ഞാൻ ചെവിയുടെ തൊട്ട് മുകളിൽ ചെവിയുടെ തൊട്ട് മുകളിലൂടെ എടുത്തിട്ട് 2 തള്ളവിരലും ചെവിയുടെ തൊട്ട് മുകളിൽ കൂടെ എടുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ വകഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചീപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ചീപ്പ് കൊണ്ട് കൊടുക്കാം. അങ്ങനെ എടുക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇതുപോലത്തെ ചീപ്പ് കൊണ്ട് കൊടുക്കുക. അതാണ് ഞാൻ രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം മുകളിലത്തെ മുടി ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച ശേഷം താഴത്തെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത മുടിയില്ലേ, ആ മുടി, അതായത് നമ്മൾ ഫസ്റ്റ് ലെയറിലെടുത്ത കുഞ്ഞു മുടി നമ്മൾ ചുറ്റി നമ്മൾ ഇങ്ങനെ ഒരു ബൺ പോലെ കെട്ടിയിട്ടിട്ട് നമുക്കിതുപോലെ അതിലൊരു ക്രാബ് വെച്ച് നമ്മളത് സെക്യൂർ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം. അതുപോലെ മുടി മൊത്തം ബാക്കിലോട്ട് ചീവിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്യുക. നമ്മളൊരു പോണിറ്റെയിൽ കെട്ടുക, അടുത്ത പോണിറ്റെയിൽ കെട്ടുക. ആ പോണിറ്റെയിൽ താഴത്തോട്ട് വലിച്ച് നമുക്ക് എന്തോരം ഡിസ്റ്റൻസിലാണോ നമ്മുടെ ഹെയർ കട്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് താഴത്തേക്ക് വലിച്ചു കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ നമ്മൾ ആദ്യം കട്ട് ചെയ്തതിനെക്കാട്ടി കുറച്ചുകൂടെ കയറ്റി വേണം കട്ട് ചെയ്യാൻ. അതെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ 3/4 ഭാഗത്തോളമൊക്കെ കട്ട് ചെയ്യണം മിനിമം. മാക്സിമം നിങ്ങൾക്ക് ചൂണ്ടുവിരലുകളോളം കട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് നീട്ടുള്ള മുടികളാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടുവിരലോളം ഒക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ചൂണ്ടുവിരലിന് ഒരു 3/4 ഭാഗത്തോളമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ നമ്മൾ ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ലെയർ കട്ട് ചെയ്താൽ മാത്രമേ വോളിയംനെസ് ആയിട്ട് നമുക്ക് ഹെയർ കിടക്കുള്ളൂ. നല്ല ലെയറായിട്ട് നല്ല അടിപൊളി ഒരു വേവ് പോലെ മുടി കിടക്കും. നന്നായിട്ടൊരു വേവ് ഉണ്ടായിരിക്കും നമ്മുടെ മുടിക്ക്. ഇങ്ങനെ ഇപ്പോൾ വിരിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ മുടിക്ക് വേവ് ഉണ്ടാവാനുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ ആ സെക്കൻഡ് ലെയറും കഴിഞ്ഞു. നമ്മൾ ആ പോണിറ്റെയിലും അഴിച്ചു. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ നെക്സ്റ്റ് എൻ്റെ ചെവിയുടെ മുകളിൽ നിന്നും എൻ്റെ ചൂണ്ടുവിരലിൽ ഒരു അളവെടുത്തിട്ട് അതിനുശേഷം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 തള്ളവിരൽ കൊണ്ടിട്ട് അത്രയും പോർഷൻ ഹെയർ ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. 3rd ലെയർ ഹെയർ എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്ത ഫസ്റ്റ് 2 സ്റ്റെപ്പിലെ പോലെ തന്നെ ഞാൻ ബാക്കി ഇപ്പം ലാസ്റ്റ് കട്ട് ചെയ്ത് സെക്കൻഡ് ലെയറും ഫസ്റ്റ് ലെയറും കൂടെ ഒരു ബൺ പോലെ കെട്ടി ചുമ്മാ റഫായിട്ട് ബൺ പോലെ കെട്ടി വെക്കുന്നു. അതിനുശേഷം ഈ നമ്മുടെ 3rd ലെയർ ഞാനൊന്ന് ബാക്കിലോട്ടൊന്ന് കോംപ് ചെയ്തതിന് ശേഷം ഞാനൊരു പോണിറ്റെയിൽ കെട്ടുന്നു. എഗെയിൻ താഴത്ത് നമ്മൾ കട്ട് ചെയ്യേണ്ട ഏരിയയിൽ ഒരു പോണിറ്റെയിൽ കെട്ടുന്നു. നമ്മൾ ഒരു ചൂണ്ടുവിരലിൻ്റെ 3/4 ഭാഗത്തോളം എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ ഞാൻ ലെയർ തമ്മിലൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂണ്ടുവിരലിനെക്കാട്ടി ഒരു അല്പം കൂടെ ഞാൻ കൂടുതൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്യാപ്പ് നമുക്ക് വരും. അതായത് നമ്മുടെ സെക്കൻഡ് ലെയറും 3rd ലെയറോട് നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ വേവ്സും കൂടെ ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തിടുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ 4th ലെയർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ചൂണ്ടുവിരലിൽ പകുതി എടുത്തിട്ടാണ് എടുക്കുന്നത്. പകുതി എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്യുകയാണ്.
ഒരു കുഞ്ഞു പോണിറ്റെയിൽ കിട്ടുന്നു, നെക്സ്റ്റ് ഒരു വേറെ പോണിറ്റെയിൽ കിട്ടുന്നു. ആ പോണിറ്റെയിൽ താഴത്തോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തോരം മുടിയാണോ കട്ട് ചെയ്യേണ്ടത് നമ്മളതനുസരിച്ച് മുടി കട്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെയും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു എന്താ പറയുക, നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അത്രയും തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലെവലിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്യാൻ നോക്കണം. അത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പാറ്റ കരണ്ട പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് കൺഫേം ആയതിനു ശേഷം മാത്രമേ നമ്മൾ പോണിറ്റെയിൽ അഴിക്കാവുള്ളൂ. ഞാൻ ഒരു ലെയർ പോലെ ഏറ്റവും മുകളിൽ സൈഡ് ബാങ്കും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അതിൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു, ക്ലിപ്പായിരുന്നു. ഇപ്പോൾ ഞാൻ ഇൻട്രോ ആൻഡ് ഔട്ട്രോ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ സോറി. നെക്സ്റ്റ് വീഡിയോ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സജഷൻസ് എന്തെങ്കിലും താഴത്ത് കമന്റ് ചെയ്യാം. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Here we go.